മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി ജന്മനാടായ ഇടുക്കി പെരുവന്താടം നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് നാശത്തിന്റെ വക്കിൽ. പാർക്ക് സംരക്ഷിക്കാതെ തിലകന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 14 പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി. ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ 8,500 രൂപ വരെ ലഭിച്ചിരുന്നു. തദ്ദേശീയരായ 5 പേർക്ക് ജോലിയും നൽകി. മുൻപ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായി. തീർച്ചയായും ഈ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ മനോഹരമായ ലേക്ക് ആൻഡ് പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുന്നത്. ലോകത്ത് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു മഹാനടനാണ് തിലകൻ. അദ്ദേഹത്തോടുള്ള അവഗണന കൂടിയാണ് ഇത്ര അനാഥമായി ഇങ്ങനെ മണിക്കലിലെ ടൂറിസം പദ്ധതി അനാഥമാക്കി കളഞ്ഞിരിക്കുന്നത്. അത് തികച്ചും അദ്ദേഹത്തോടുള്ള പത്മശ്രീ തിലകനോടുള്ള ഒരു അവഗണന കൂടിയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്ക് ഉപേക്ഷിച്ചു. വൈകാത്ത സഞ്ചാരികളും സിനിമ, സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീടിമേട്.